എടാ മഹാദേവ, എവിടെയാടാ നീ? ഞാനിതാ വന്നിരിക്ക. നീ നിന്റെ മക്കൾ എടപ്പെ ഒളിച്ചിരിക്കടാ. വേഗം ഇറങ്ങി വാടാ കള്ള കഴിവേറികളെ. നീ ഇത്രയും വൃത്തികെട്ടവനായി പോയില്ലടാ. ആണുങ്ങളടുത്ത് കളിക്കടാ, പെണ്ണുങ്ങളോടല്ല പരാക്രമം കാട്ടേണ്ടത്. ഡാ, നിന്റെ തലയെടുക്കാൻ ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ നിന്റെ വീട്ടിലെ സ്ത്രീകളെ ഞാൻ കൈവച്ചിട്ടില്ല. അതാണ് ആണത്വം. വേറെ വഴിയില്ലാതെ അവസാനം എന്നെ തേടി നീ എന്റെ കാൽ കീഴിൽ വരേണ്ടി വന്നില്ലടാ. എത്ര നാളായടാ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. ഡേയ്, ഞാൻ എന്റെ മക്കളെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. നീ ഒറ്റയൊരുത്തൻ കാരണമാടാ. 6 വർഷം. അതേടാ, ഇപ്പൊ ആ വിഷമം നീ അനുഭവിക്കേ. എടാ മുന്നേ, നീ ശിവാനന്ദന്റെ ബോഡി ഗാർഡോ? മാറി. ശിവാനന്ദൻ ഇവിടെ തന്നിട്ട് ഇവിടെ വിളിച്ചോണ്ട് പോ. ശിവാനന്ദനെ നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കറിയേണ്ടത് ഒറ്റ കാര്യവും, നിങ്ങളിൽ ആരാ ചിന്നുവിനെ വെടിവെച്ചത്? അവനെ തന്നാ ഞാൻ പൊയ്ക്കോളാം. അവൻ ആരാന്ന് പറഞ്ഞാലും ഞാൻ പോവും. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ശിവാണനെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരില്ല. അവൻ ആരാന്ന് പറ.
ചിന്നുവിനെ വെടിവെച്ചത് ആരാന്ന് പറ. കൊല്ലുമ്പോ എനിക്കുള്ള സന്തോഷം ഉണ്ടല്ലോടാ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യടാ. എടാ മഹാദേവ, അത്ര പെട്ടെന്നൊന്നും നിനക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല. Darling! 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 ഇത്രയും ബുള്ളറ്റ് കൊണ്ട ശേഷം ആരെ കൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? പക്ഷേ എന്റെ അളിയനെ കൊണ്ട് പറ്റും. അങ്ങോട്ട് നോക്കിയേ. സാർ, ഞങ്ങളെല്ലാം സന്തോഷമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് നന്നായില്ല. അന്ന് നിങ്ങള് സെൻട്രൽ ജയിലിൽ നിന്ന് ഒളിച്ചോടി പോയതും അത്ര നന്നായിരുന്നില്ല. കണ്ടും കാണാതെ അങ്ങ് വിട്ടേക്ക് സാറേ. എങ്ങനെയാടാ നിന്നെ വിട്ടയക്കാൻ? No! ഡേയ്, വാടി. എന്റെ പൊന്നളിയ, പിന്നെ എന്നെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോവാ. എന്നെ ബെയിലെടുത്ത് വെളിയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ചിന്നു ഇവിടെ, ഞാൻ അവിടെ. ഇതൊന്നും ശരിയാവില്ല. അതെനിക്കറിയാവിടാ, നീ പേടിക്കണ്ട, നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. താങ്ക് യു അളിയ. അതിനു മുമ്പേ എനിക്കൊരു ചെറിയ ഡൗട്ട്. എന്താ അളിയ ചോദിക്ക? കുഞ്ഞുനാളില് നിങ്ങൾ രണ്ടുപേരും പിണങ്ങി, എന്നിട്ട് നീ നാട് വിട്ടു. അല്ല, ഇതിനൊക്കെ എന്താ കാരണം? അത് ഞാൻ പറയാം. ഞാൻ പറയാട്ടാ. ഇല്ല, ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ പറയുക. അത് ഒരു ദിവസം ഇവളുണ്ടല്ലോ അളിയ, കടലിന്റെ അടുത്ത്. സോറി, ഒരു ദിവസം ഇവള് കളിച്ചോണ്ടിരിക്കായിരുന്നു. അത് എവിടെ? കടലിന്റെ അടുത്തെ. അവിടെ ഇരുന്നൊരു വലിയ ക്ഷേത്രമണിയായിരുന്നു. युञ्जते मना उत युञ्जते धियो विप्रा विप्रस्य बृहतो विपश्चिताः विहोत्रा दधे वयुना विदेक इन्मही देवस्य सवितुः परिष्टुतिः. ചിന്നു, നിനക്കിത് ബർത്ത്ഡേ ഗിഫ്റ്റാ. നീ എന്താ ചെയ്തെന്നറിയോ? എന്റെ അമ്പലത്തിനെ ചവിട്ടി നശിപ്പിച്ചു. ഓ സോറി ചിന്നു, നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഈ പേരൊക്കെ കൊണ്ടുവന്നതാ. എനിക്ക് ഒന്നും വേണ്ട. ഇന്ന് എന്റെ പിറന്നാൾ ആയതുകൊണ്ട് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴാന്ന് വിചാരിച്ചിരുന്നതാ. അത് എല്ലാം നീ നശിപ്പിച്ചു. പോയിട്ട് ചിന്നു, നിനക്ക് ഞാൻ വേറെ ചെയ്തു തരാം. കാല് മാറ്റി വെക്ക്. ഇത് എന്താണെന്ന് അറിയാവോ? എന്റെ ഈശ്വരനാ. നീ എന്റെ ഈശ്വരനെ ചവിട്ടി. ഈ ഈശ്വരന്റെ മേൽ സത്യമായിട്ട് പറയാ, ഇനി ഞാൻ നിന്നോട് മിണ്ടില്ല. ചിന്നു, അങ്ങനെ പറയരുത് പ്ലീസ് ചിന്നു. ഐ ഹേറ്റ് യു. ചിന്നു ചിന്നു പ്ലീസ് ചിന്നു. നിക്ക് ചിന്നു പ്ലീസ് ചിന്നു. നിക്ക് ചിന്നു പ്ലീസ് ചിന്നു. ഇതാ ഡാർലിംഗ് വഴക്ക്. ഇത് വളരെ ഫൂളിഷ് ആയിരിക്കുന്നല്ലോ. ചെറുതിലെ ചെയ്യുന്നത് ഫൂളിഷ് അല്ലാതെ പിന്നെ മെച്ചൂർഡായിട്ടിരിക്കുവോ?